ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് അൽബേനിയ വ്ളോഗാണ്. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഡയറക്റ്റ് ലിഫ്റ്റ് ഓപ്പൺ ആക്കുക, ഡോർ ഓപ്പൺ ആക്കുക, ക്ലോസ് ആകുക, ഇതൊക്കെ കാണുന്നത് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അവനത് ക്ലോസ് ആകുന്നത് വരെ അവിടെ നിന്ന് മാറില്ല. അങ്ങനൊരു പ്രത്യേകത ഈ പ്രായത്തിൽ ഇപ്പോൾ ഡയറക്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ട്, സ്റ്റെല്ല റിസോർട്ട് ആൻഡ് സ്പാ. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലെത്തി. നമ്മുടെ സ്റ്റേയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി നിൽക്കാനുള്ള പ്ലാനിലാണ്. നമുക്കൊരു 11 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഗൈഡ് വരും നമ്മുടെ പിക്ക് ചെയ്യാൻ. ഇനി നമുക്ക് ചെറുതായിട്ട് റിസോർട്ടൊന്ന് ചുറ്റി കാണാമല്ലേ. നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തില്ല, കാര്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഗൈഡ് വരേണ്ട ടൈമായി. അപ്പോൾ നമ്മൾ പൂൾ സൈഡ് മാത്രം ചെറുതായിട്ടൊന്ന് ചുറ്റിക്കണ്ടു കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ ഈ പൂള് കാണാൻ. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വന്ന് ഇവിടെ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും പറ്റിയൊരു സ്പോട്ടാണ്. ഇത് നോക്കി നിൽക്കുമ്പോൾ സമയം പോകുന്നത് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗൈഡ് വിളിച്ചിട്ട് ഞാൻ ഫ്രണ്ടിലുണ്ട് എന്ന് പറയുന്നത്. ഒരു 2 മിനിറ്റിൽ ഇപ്പോൾ വരാമെന്ന് ഗൈഡിനോട് പറഞ്ഞിട്ട് ഓടി റൂമിൽ കയറി ബാഗും എടുത്ത് നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട്. ഈ കാണുന്ന മോൾ അൽബേനിയയുടെ വൺ ഓഫ് ദ മെയിൻ മോളാണ്. ഇത് നമ്മുടെ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്നും ഏകദേശം ഹാർഡ്ലി 5 മിനിറ്റ്സ് പോക്ക് മാത്രമേ ഉള്ളൂ. കാറിനുള്ളിലിരുന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ ഫുള്ള് കാണാൻ പറ്റിയത് നമ്മുടെ ഈ മൗണ്ടെയ്ൻസ് ഉണ്ടല്ലോ, വലുത് വമ്പൻ പർവ്വത നിരകൾ. നല്ല രസമുണ്ടായിരുന്നു അവയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ. പക്ഷേ അങ്ങനെ ഇരുന്നിരുന്ന് മടുക്കുക എന്ന് പറയില്ലേ, ആ അവസ്ഥയിലായി ഞങ്ങൾ സിറ്റിയൊക്കെ വണ്ടിയിലിരുന്ന് ജസ്റ്റ് പുള്ളിക്കാരനെ ഒന്ന് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് നമ്മൾ കേബിൾ കാർ ആക്ടിവിറ്റി ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് ഈവനിങ് സിറ്റി എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം എന്ന പ്ലാനിലായിരുന്നു. അങ്ങനെ നമ്മൾ കേബിൾ കാറിനടുത്ത് എത്തിയപ്പോൾ അതാണെങ്കിൽ ക്ലോസ്ഡ്. വണ്ടിയിലിരുന്നാണെങ്കിൽ എനിക്ക് നല്ല വെയിലും നല്ല തലവേദനയും വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ഓക്കെ നമുക്ക് തിരിച്ച് ഹോട്ടലിലോട്ട് പോയിട്ട് ഈവനിങ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാമെന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ മുകളിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് മേടിച്ചിട്ട് അവിടെ നമ്മൾ നടന്ന് വെക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് വന്നതാണ് നമ്മുടെ QTU മോളിലോട്ട്. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ വൺ ഓഫ് ദി എന്നല്ല, ഫസ്റ്റ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഷോപ്പിംഗ് മോൾ ആണ് അൽബേനിയയിലുള്ള. ആ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഇവിടെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ആ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. മോൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തു. അത്യാവശ്യം വലിയ മോളായിരുന്നു. ഫുള്ള് നടന്ന് കാണാൻ തന്നെ കുറച്ചധികം സമയം വേണ്ടി വന്നു. പിന്നെ നമുക്ക് ക്യാഷും എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതിനുള്ള എക്സ്ചേഞ്ച് ഓഫീസും മോളിലുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചേഞ്ചൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് തന്നെ ലഞ്ചും കഴിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് പോയി. പിസ്സയാണ് നമ്മൾ അന്ന് ഓർഡർ ചെയ്തത്. നമ്മൾ പിസ്സയും എനിക്കൊരു ബബിൾ ടീയും ഡാഡിയുടെ ഫേവറേറ്റ് കിൻഡർ ജോയ് അത് മേടിച്ചു. നമ്മൾ കൃതാപ്തരായി ഗൈസ്, കൃതാപ്തരായി. Pizza. Do you want pizza? Pizza for Dario. Okay, Dario will eat pizza. Dario will also eat pizza. എന്തോ കഴിക്കുന്ന അഞ്ചു? ഇതുവരെ ഞാൻ മസാജ് ചെയ്തിട്ടില്ല. ഇവിടെ വെറും 1 പൗണ്ടിന് കിടക്കുന്നു. എന്താണ് ഇപ്പം ഇവിടെ നടക്കുന്നത്? അൽബേനിയ വന്ന് എസ്കലേറ്ററിൽ കയറി ഡാരി ഇപ്പം ലിഫ്റ്റിൽ കയറി താഴെ വന്നിട്ട് എസ്കലേറ്ററിൽ നിന്ന് മുകളിൽ പോകുന്നു. കുറച്ച് മുന്നേ ഇത് തന്നെയാണ് നടന്നത്. സ്പോർട്സ് ഡാൻസിൽ പോകാറുണ്ട്. ഇന്നത്തെ കാശിനുള്ള സാധനമായി. ഓക്കെ, ഗോവിന്ദാസിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ എൻ്റെ മസാജ് ചെയറിലോട്ട് ആനയിക്കുന്നു ഗായ്സ്. യു മേ പ്രൊസീഡ്. ഡാഡി മിക്കവാറും കാർ നോക്കി പോകും. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, കയറിക്കോ. അത് ഇടണം.
ഡാഡി ആദ്യം ഒന്ന് പേടിച്ചു, പിന്നെ അവൻ സെറ്റായി. അച്ഛനത് എവിടെ ഞങ്ങളെ വിട്ടിട്ട് പോകുന്നത് എന്നൊരു റിയാക്ഷനായിരുന്നു ഡാഡിയുടെ വക ഫസ്റ്റ്. അങ്ങനെ തിരാന ഫസ്റ്റ് ഡേ മസാജ് ചെയറിലിരുന്ന് എക്സ്പ്ലോർ ചെയ്യാണ് മിസ്റ്റർ ഗോവിന്ദാസ്. Dayo, are you gonna sleep here? Shoe? എന്തിവിടെ ഇരിക്കുന്നത്? ഇതേപോലെ ഒരു സാധനം വാങ്ങിക്കുന്നു. ഞങ്ങൾ അൽബേനിയ കറങ്ങാനാണ് വന്നത്. ഞാൻ ആലോചിക്കുന്നു ഇതിനെ കല്യാണം കഴിച്ചാലോ. നീ എനിക്ക് മസാജ് ചെയ്ത് തരുന്നില്ല. ഇതെനിക്ക് മസാജ് ചെയ്ത് തരുന്ന. Do you want school? എക്സ്പീരിയൻസ് സുഖമുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ മസാജ് ചെയറിലിരുന്നത്. ഇങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ മുഖത്ത് ഭയങ്കര വണ്ണം തോന്നിക്കുന്നു. പിന്നെയും കുഴപ്പമില്ല. അതൊക്കെ വരുമ്പോൾ ഡാഡിക്ക് ഭയങ്കര സന്തോഷം. വയസ്സുണ്ട്. അങ്ങോട്ട് കാണുന്നുണ്ടോ മലയൊക്കെ? That's a black car. Wow! Wow! Much light. Too much light. അവിടാണ് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്. മലയുടെ അടിവാരത്തിൽ അല്ലേ? അടിവാരത്തൊന്നും തിരിച്ച് റൂമിൽ വന്ന് ഡോറ് തുറക്കാൻ നോക്കിയിട്ട് കാർഡ് അത് റീഡ് ആവുന്നില്ല. നമ്മളുടെ 3-4 വട്ടം ട്രൈ ചെയ്ത് നോക്കി. 3-4 വട്ടമല്ല, കുറേ വട്ടം ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടും അത് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ താഴെ റിസപ്ഷനിൽ പോയപ്പോൾ അവരെന്തോ അൺലോക്ക് സെറ്റിങ്സ് എന്തോ ചെയ്തു തന്നു താഴെന്ന് കാർഡ് വെച്ചിട്ട്. അത് കഴിഞ്ഞ് വന്ന് ഓപ്പൺ ആക്കിയപ്പോൾ സംഭവം ഓപ്പൺ ആയിട്ടോ. അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം എന്ന പ്ലാനിൽ നമ്മൾ അകത്ത് കയറി. ഡാഡിയുടെ കുഞ്ഞ് ബെഡിൽ സാധാരണ അവൻ അങ്ങനെ ഒറ്റയ്ക്ക് മാറി കിടക്കുന്നതല്ല. ഇതിപ്പോൾ ഡേ ടൈം ആയതുകൊണ്ടും കയ്യിൽ ഫോണുള്ളതുകൊണ്ടും അവൻ അവിടെ കിടക്കാൻ സമ്മതിച്ചു. ഹലോ, Hello. how are you? Say hello guys. Hello guys. No. No. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബോഡിയൊക്കെ ഉഷാറായി, തലവേദനയൊക്കെ മാറി, നമ്മളൊരു ആക്റ്റീവ് മോഡിലോട്ട് തിരിച്ചു വന്നു. സോ ഈവനിങ് നമ്മൾ വീണ്ടും ഇറങ്ങുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈവനിങ് ഔട്ട്ഫിറ്റ്. നമ്മളിപ്പോൾ ഈവനിങ് ഓർ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പോവാണ്. ഡേ ലൈഫൊന്നും കിട്ടാത്തതുകൊണ്ട് നൈറ്റ് ലൈഫ് കിട്ടുമെന്ന് തപ്പിപ്പോവാണ്. ലെറ്റ്സ് ഗോ. ഒരു ടീ ഓർ കോഫി കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്ന പ്ലാനിൽ നമ്മൾ QT മോളിൽ തന്നെ തിരിച്ച് വന്നിട്ട് ഒരു കോഫി പറഞ്ഞതാണ് അവരുടെ അടുത്ത്. ആൻഡ് ദർ കോഫി ഈസ് ലൈക്ക് ഇറ്റ്സ് എ പ്രോപ്പർ കോഫി, ഓൺലി കോഫി. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ വെറും കോഫി കുടിക്കുന്നത്, ലൈക്ക് വിത്തൗട്ട് മിൽക്ക്. ബട്ട് അത് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. കുടിക്കാൻ വന്നതാണ് ഗൈസ്. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ചായ ഐ എവർ ഹാഡ്. എങ്ങനെ?
എന്നെ എക്സ്പ്രഷൻ മാറുത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചായ. ഇത് ചായയാണോ ഗൈസ്? ഇതിന് നമുക്ക് ചായ എന്ന് പറയാൻ പറ്റുമോ? ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. There's ice cream. You want the ice cream? Do ice cream? Do ice cream? അത് കോഫിയാണ്, ഐസ്ഡ് കോഫി. കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഗൈഡ് വിളിച്ചു ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങുവാണ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. തിരാന സിറ്റിയാണ് നമ്മൾ ഈ ഈവനിങ് കവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോണ വഴിക്ക് കണ്ട ഒരു ബിൽഡിംഗ് ആണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ആ കൺസ്ട്രക്ഷൻ. ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു ബിൽഡിംഗ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ അതിങ്ങനെ കുറച്ചധികം സമയം ഞാനിങ്ങനെ അത് നോക്കി നിന്നിട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു ഏകദേശം 3-4 ബിൽഡിങ് എല്ലാം സെയിം ടെക്നിക്കിൽ അല്ലെങ്കിൽ സെയിം ടൈപ്പിലാണ്, സെയിം ഷേപ്പിലാണ് അവർ അത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. Okay, so here is the. ഓക്കെ, And when you wake, ഫസ്റ്റ് ലൊക്കേഷൻ. ഇതേത് പാർക്കാ ഗോൾഡൻ്റെ? ഈ പാർക്കിൻ്റെ പേരൊന്നും ലേക്ക് പാർക്കാ. സോ അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. ഭയങ്കര തിരക്ക്. Come on, Daddy. Oh, that's a pigeon. Oh, it's closed, baby. It's so clean. It's closed. What to do? ആര് ട്രെയിനിൽ കയറാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുമായിരുന്നു. അതായത് നമ്മുടെ ഈ പാർക്ക് ഫുള്ള് ചുറ്റി കാണിക്കുന്ന ട്രെയിനിൽ. പക്ഷേ അത് കറക്റ്റ് സമയം നമ്മൾ വന്ന സമയം ക്ലോസ്ഡ് ആയിരുന്നു. അതിൻ്റെ ഒരു വിഷമമാണ്, ഒരു ബൈക്ക് ക്ലബ്ബാണ് ഡാരിയുടെ മുഖത്ത് നേരത്തെ കണ്ടത്. I kind of get it. ഇവിടെ നിൽക്കാം. അവൻ വീഴരുത്. Chocolate ice cream. Oh wow. Do you want me to open it? Open? Oh, okay. സൗണ്ട് ഒക്കെ. ഡാരിനെ കൊണ്ട് നടക്കുന്നതായിരുന്നു ടാസ്ക്. നമുക്ക് പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രോളറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നൈറ്റ് ലൈഫ് സിറ്റി ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് നടന്ന് കണ്ടാണ്. സ്ട്രോളർ ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ് വാസ് ലൈക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരുന്നു എന്ന് നമുക്ക് ആ സമയത്ത് തോന്നിയിരുന്നു കേട്ടോ. ഡാരിയുടെ തല എവിടെ?
ഡാഡിയുടെ മുഖം നോക്കട്ടെ. വൈബിങ്. എന്താ അറിയണ Walking on the streets of Tirana. ഇതാണ് പിരമിഡ് ഓഫ് തിരാന. ഒറിജിനലി ഇതൊരു മ്യൂസിയമായിട്ടാണ് ഇവർ ബിൽഡ് ചെയ്തതെങ്കിലും പിന്നീട് അതൊരു കൾച്ചറൽ ഹബ്ബായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയായിരുന്നു. ഡാഡിക്ക് സ്റ്റെപ്പ് കയറുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഇനി ഇത്രയും വലിയ സ്റ്റെപ്സ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് കയറുന്നത് കണ്ട് മുകളിൽ നിന്നവരൊക്കെ ഇവനെ ഇങ്ങനെ വീക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞുകുട്ടി ഇത്രയും സ്റ്റെപ്സ് കയറി വരുന്നത്. ഞാൻ വിചാരിച്ചു ഇവനൊരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും തളരുമായിരിക്കും, പിന്നീട് ഇവനെയും കൊണ്ട് നമുക്ക് ഇത്രയും സ്റ്റെപ്സ് കയറേണ്ടി വരും, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. കാര്യം ആ സ്റ്റെപ്സ് തീരെ കുഞ്ഞാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴൊക്കെ തല ഇറങ്ങുന്നുണ്ട്. അതുപോലത്തെ വലിയ സ്റ്റെപ്സാണ്. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എൻജോയ് ചെയ്ത് മുകൾ വരെ എത്തി. ടോപ്പ് വരെ ആരുടെയും സഹായം കൂടാണ്ട് അവൻ ഒറ്റയ്ക്ക് നടന്നെത്തി. ഡാഡി മുൻ കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതിയുടെ ഓർമ്മയ്ക്കായി പണിത പിരമിഡ് രൂപത്തിലുള്ള ഈ കെട്ടിടം ഇന്ന് യുവാക്കൾക്കായുള്ള ആർട്സ് ആൻഡ് കൾച്ചറൽ ഹബ്ബായി മാറ്റിയിരിക്കുന്നു. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്ന ഈ നഗരം ഇന്ന് വർണ്ണാഭമായ പല ചുമർ ചിത്രങ്ങളും നിറങ്ങളും കൊണ്ട് കളർഫുള്ളായിരിക്കുന്നു എന്ന് വേണം പറയാൻ. നമ്മൾ നടന്ന് സമയം പോയത് ഒട്ടും അറിഞ്ഞില്ല. നൈറ്റ് ലൈഫിനെ പറ്റിയൊരു സ്പോട്ടാണ്, സിറ്റിയാണ് തിരാന. ആൻഡ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്താണ്. നാളെ നമ്മൾ പോകുന്നത് മാൻമെയ്ഡ് റിസർവോയർ. അത് മാൻമെയ്ഡ് ആണെന്ന് എനിക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാഴ്ചകളാണ് നാളെ നമ്മൾ കാണുന്നത്. അവിടെ നിന്നാണ് തിരാന സിറ്റി ഫുള്ള് നമുക്ക് ഇവർ കുടിവെള്ളം അല്ലെങ്കിൽ വാട്ടർ വിതരണം ചെയ്യുന്നത്. സോ സീ ഗൈസ് ഇൻ നെക്സ്റ്റ് വ്ലോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.